സി ജോർജിന് ജാമ്യം ലഭിച്ചിരിക്കുന്നു. ജനം ഡിബേറ്റിലെ പരാമർശത്തിൽ റിമാൻഡിലായിരുന്നു പി സി ജോർജിന് ജാമ്യം ലഭിച്ചു എന്ന ഏറ്റവും പുതിയ വാർത്തയാണ് ഈ ഒരു മണിക്കൂറിൽ പുറത്തേക്ക് വരുന്നത്. മിഥുൻ അയ്യപ്പൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. മിഥുൻ, പി സി ജോർജിന് ഒടുവിൽ ജാമ്യം ലഭിച്ചിരിക്കുന്നു. എന്തെങ്കിലും ഉപാധികൾ കോടതി മുൻപോട്ട് വച്ചിട്ടുണ്ടോ? മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ് മിഥുൻ? ഇപ്പോൾ നിലവിൽ ജാമ്യം അനുവദിച്ചു എന്നുള്ള വിവരം മാത്രമാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. പി സി ജോർജിന് ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നു. ഇന്നലെ വിശദമായിട്ടുള്ള വാദമാണ് കോടതിയിൽ നടന്നത്. പരാതിക്കാരുടെ അഭിഭാഷകരും അതുപോലെ തന്നെ പ്രോസിക്യൂട്ടറും അതുപോലെ തന്നെ പി സി ജോർജിൻ്റെ അഭിഭാഷകനും എല്ലാം തന്നെ അവരുടെ ഭാഗം വിശദമായി തന്നെ വാദിച്ചിരുന്നു. ഈ വാദത്തിനൊടുവിൽ ഇന്നത്തേക്ക് വിധി പറയുന്നതിന് വേണ്ടി മാറ്റിയിരിക്കുകയായിരുന്നു ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതി. ഇപ്പോൾ ജാമ്യം അനുവദിച്ചുകൊണ്ട് ഉത്തരവിട്ടിരിക്കുകയാണ്. പ്രധാനമായും പരിഗണിച്ചത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പി സി ജോർജിൻ്റെ കേസുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി എന്നുള്ള കാര്യവും അതുപോലെ തന്നെ ആരോഗ്യ സംബന്ധമായിട്ടുള്ള റിപ്പോർട്ടുകളും പരിഗണിച്ചുകൊണ്ടാണ് കോടതി ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എല്ലാ നടപടിക്രമങ്ങളും, അതായത് തെളിവെടുപ്പ്, അതുപോലെ തന്നെ തെളിവെടുപ്പും അതുപോലെ മൊഴിയെടുക്കലും ചോദ്യം ചെയ്യലും എല്ലാം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് എല്ലാവരെയും പൂർത്തിയാക്കിയിരുന്നു. ഇതിനുപയോഗിച്ചിരുന്ന ജനം ഡിബേറ്റിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന ലാപ്ടോപ്പ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ അതിൻ്റെ ദൃശ്യങ്ങളും അതുപോലെ തന്നെ അതുപോലെ തന്നെ പോലീസ് സംഘടിപ്പിച്ചിരുന്നു, പോലീസ് ശേഖരിച്ചിരുന്നു. അത്തരത്തിൽ എല്ലാ വിധത്തിലുള്ള നടപടിക്രമങ്ങളും പൂർത്തിയാക്കി. ഒപ്പം തന്നെ മൊഴിയെടുക്കലും ചോദ്യം ചെയ്യലും എല്ലാം തന്നെ പൂർത്തിയാക്കി. അത്തരത്തിൽ എല്ലാ നടപടികളും പൂർത്തിയാക്കിയതിന് ശേഷം ഇനി റിമാൻഡിൽ തുടരേണ്ട കാര്യമില്ല എന്നുള്ള വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ജാമ്യം അനുവദിച്ചുകൊണ്ട് ഉത്തരവായിരിക്കുന്നത്. ഒപ്പം തന്നെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ റിപ്പോർട്ട് കോടതി ആരാഞ്ഞിരുന്നു. ആ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. മെഡിക്കൽ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ആ മെഡിക്കൽ റിപ്പോർട്ടിൽ ആൻജിയോപ്ലാസ്റ്റി അടക്കം അടിയന്തരമായി നിർവഹിക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യങ്ങൾ വ്യക്തമായിരുന്നു. പ്രത്യേകിച്ച് ഹൃദയമിടിപ്പിൻ്റെ വ്യതിയാനം സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള വലിയ വ്യതിയാനമുണ്ടായിരുന്നു. കഴിഞ്ഞ കീഴടങ്ങിയ ദിവസം, റിമാൻഡിലിട്ട ദിവസം ഏതാണ്ട് 3 ആശുപത്രികളിലായി 5 മണിക്കൂർ ഇടവേളയിൽ 3 ആശുപത്രികളിൽ പരിശോധന നടത്തിയിരുന്നു. 3 പരിശോധനകളിലും ECG വ്യതിയാനം കണ്ടെത്തിയിരുന്നു. ഒപ്പം തന്നെ ന്യൂറോളജി സംബന്ധിച്ച ചില പ്രശ്നങ്ങൾ ഉണ്ടായതായി കണ്ടെത്തിയിരുന്നു. അതുപോലെ തന്നെ പ്രമേഹത്തെ തുടർന്നുള്ള അനാരോഗ്യവും അദ്ദേഹത്തെ അലട്ടിയിരുന്നു. ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ മെഡിക്കൽ കോളേജിൽ തന്നെ ICUവിൽ തുടരാനായിരുന്നു വിദഗ്ധ മെഡിക്കൽ സംഘം നിർദ്ദേശിച്ചിരുന്നത്. റിമാൻഡിലായ അന്ന് മുതൽ തന്നെ അദ്ദേഹം കോട്ടയം മെഡിക്കൽ കോളേജിലെ തീവ്രപരിചരണ വിഭാഗത്തിലാണ്, കാർഡിയോളജി വിഭാഗത്തിൻ്റെ തീവ്രപരിചരണ വിഭാഗത്തിൽ തുടരുകയാണ്. ഇതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ പി സി ജോർജിന് ജാമ്യം അനുവദിച്ചുകൊണ്ട് ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മിഥുൻ, നമുക്കറിയാം ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പി സി ജോർജ് നേരത്തെ തന്നെ കോടതിയെ ബോധിപ്പിച്ചിരുന്നു. എന്നാൽ ചില കാരണങ്ങൾ കൊണ്ട് അപ്പോൾ ജാമ്യം ലഭിച്ചിരുന്നില്ല. എങ്കിലും ആശുപത്രിയിൽ പി സി ജോർജ് തുടർന്നിരുന്ന സാഹചര്യമുണ്ട്. കൃത്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇപ്പോൾ കൃത്യമായി ഈ ഒരു അവസ്ഥയിൽ ജാമ്യം അനുവദിച്ച് കിട്ടിയതെന്ന് മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട്. മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ് മിഥുൻ ഈ ഒരു ഘട്ടത്തിൽ അവിടെ നിന്ന് പങ്കുവയ്ക്കാനുള്ളത്? ഷോൺ ജോർജ് അടക്കമുള്ളവർ കോടതി പരിസരത്ത് ഉണ്ടായിരുന്നല്ലോ. ഉണ്ട്. ഷോൺ ജോർജ് അടക്കമുള്ളവർ കോടതി പരിസരത്തുണ്ട്. അവിടെ നിന്ന് പ്രതികരണങ്ങൾ ആരായുക ഇപ്പോൾ ദുഷ്കരമാണ്, കോടതി പരിസരമാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം കേസുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് വിശദാംശങ്ങൾ, ജാമ്യവുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് വിശദാംശങ്ങൾ അടക്കം ശേഖരിക്കുന്ന തിരക്കിലാണ്. അല്പസമയത്തിനകം തന്നെ പുറത്തേക്ക് വന്ന് മാധ്യമങ്ങളോട് പ്രതികരിക്കുമെന്ന് തന്നെയാണ് ഷോൺ വ്യക്തമാക്കിയിട്ടുള്ളത്. വിശദമായിട്ടുള്ള വിവരങ്ങൾ നമുക്കറിയാം. ജനം ഡിബേറ്റിൽ ഉണ്ടായ ഒരു പരാമർശം, ആ പരാമർശം ഗുരുതരമായിട്ടുള്ള പരാമർശമാണ് എന്ന് വിവിധ കോടതികൾ വിലയിരുത്തിയിട്ടുണ്ടെങ്കിലും പി സി ജോർജ് ആവർത്തിച്ച് പറയുന്ന ഒന്നാണ്. അതൊരു നാക്കുപിഴയുടെ ഭാഗമായി ഉണ്ടായ ഒരു സംഭവമാണ്. അതിൽ അന്ന് തന്നെ ഇത്തരത്തിൽ താൻ ഖേദം പ്രകടിപ്പിച്ചിരുന്നു എന്നുള്ള കാര്യമാണ് വ്യക്തമാക്കിയിരുന്നത്. പക്ഷേ യൂത്ത് ലീഗ് നൽകിയ പരാതിയിന്മേൽ ഈരാറ്റുപേട്ട കേസെടുത്ത് ജാമ്യമില്ലാ വകുപ്പുകളായിരുന്നു ഈ കേസിൽ ചുമത്തിയിരുന്നത്. പ്രധാനമായും മതസ്പർദ്ധ വളർത്തൽ, അതുപോലെ തന്നെ മറ്റ് വിവരങ്ങൾ, അതായത് മതസ്പർദ്ധ വളർത്തൽ, കലാപത്തിന് ആഹ്വാനം എന്നടക്കമുള്ള വിവിധ വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് ഈരാറ്റുപേട്ട
പോലീസ് കേസെടുക്കുകയാണ് ചെയ്തത്. പക്ഷേ പിന്നീട് ഉണ്ടായ നടപടിക്രമങ്ങളുടെ ഭാഗമായി ഈ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിക്കുകയാണ് PC ജോർജ് ചെയ്തത്. കോട്ടയം മജിസ്ട്രേറ്റ് കോടതിയിലും പിന്നീട് ഹൈക്കോടതിയിലും ഈ മുൻകൂർ ജാമ്യ ഹർജിയുമായി PC ജോർജ് എത്തിയിരുന്നു. പിന്നീട് ഇവിടുന്നെല്ലാം തള്ളിയതിനെ തുടർന്നാണ് പോലീസിൽ മുമ്പിൽ ഹാജരാകുന്ന നിലയിലേക്ക് എത്തിയത്. പോലീസിന് മുമ്പിൽ ഹാജരാകാൻ എത്തുമെന്ന് മുൻകൂട്ടി അറിയിച്ചിരുന്ന PC ജോർജിനെ പക്ഷേ രാവിലെ മുതൽ തന്നെ വിവിധ തരത്തിൽ ഒരു രംഗം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. സ്വമേധയാ പോലീസിന് മുമ്പിൽ എത്താമെന്നുള്ള നിർദ്ദേശമുണ്ടായിരുന്നെങ്കിലും അല്ലെങ്കിൽ സ്വമേധയാ എത്താമെന്നുള്ള വിവരം പോലീസിനെ അറിയിച്ചിരുന്നെങ്കിൽ പോലും രാവിലെ തന്നെ വലിയ പോലീസ് സന്നാഹം വീടിന് മുന്നിലും അതുപോലെ തന്നെ ഈരാറ്റുപേട്ട നഗരത്തിലൊട്ടാകെ ഏർപ്പെടുത്തിക്കൊണ്ട് വലിയ രീതിയിലുള്ള ഒരു രംഗം സൃഷ്ടിക്കാൻ പോലീസ് ശ്രമിച്ചിരുന്നു. ഇതിൻ്റെ ഭാഗമായാണ് പോലീസിൽ കീഴടങ്ങുന്നത് ഒഴിവാക്കിക്കൊണ്ട് PC ജോർജ് ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതിക്ക് മുമ്പാകെ ഹാജരായത്. ഈ ഹാജരായതിനു ശേഷം 24-ാം തീയതിയായിരുന്നു ഹാജരായത്. അതിനുശേഷം അന്ന് തന്നെ ജാമ്യത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയിരുന്നുവെങ്കിലും ജാമ്യം നൽകാൻ തയ്യാറായിരുന്നില്ല അന്ന് കോടതി. അന്ന് തന്നെ ഏതാണ്ട് 11 മണിയോടുകൂടി ഹാജരായതിനു ശേഷം 6 മണി വരെ അദ്ദേഹത്തെ കസ്റ്റഡിയിൽ വിട്ടുകൊണ്ടുള്ള ഒരു നീക്കമാണ് നടത്തിയത്. 6 മണി വരെയുള്ള കസ്റ്റഡി കാലയളവിനുള്ള ഇടയിൽ പോലീസ് ചോദ്യം ചെയ്യുകയും അതുപോലെ തന്നെ മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു. ഇതിൻ്റെ ഭാഗമായി ഈ ജനം ഡിബേറ്റിൽ പങ്കെടുക്കുന്നതിന് ഓൺലൈനായി അദ്ദേഹം പങ്കെടുത്തത് അതിൻ്റെ ലാപ്ടോപ്പ് അദ്ദേഹം പിടിച്ചെടുക്കുന്ന നടപടിയിലേക്ക് നീങ്ങിയിരുന്നു. അത്തരത്തിൽ മൊഴികൾ രേഖപ്പെടുത്തിയിരുന്നു. പോലീസ് സ്റ്റേഷനിലും പിന്നീട് പാലാ ഡിവൈഎസ്പിയുടെ ഓഫീസിലും എത്തിച്ച് മൊഴിയെടുത്തിരുന്നു. ഈ മൊഴിയെടുക്കുന്ന ഘട്ടത്തിലും PC ജോർജ് നേരത്തെ പറഞ്ഞിരുന്ന അതേ കാര്യം തന്നെയായിരുന്നു ആവർത്തിച്ചിരുന്നത്. തനിക്ക് ഒരു ചാനൽ ചർച്ചയ്ക്കിടയിലുണ്ടായ ഒരു പ്രകോപനത്തിൻ്റെ ഭാഗമായി പറഞ്ഞ വാക്കുകൾ അത് നാക്കുപിഴയായി സംഭവിച്ചു. ആ നാക്കുപിഴയ്ക്കിടെ ഉണ്ടായ പരാമർശമാണ് താൻ നടത്തിയത്. അതിൽ താൻ ഖേദം പ്രകടിപ്പിക്കുകയും പ്രസ്താവന ഇറക്കുകയും മാധ്യമങ്ങളിലൂടെ ഇത് ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തതാണ് എന്നാണ് അദ്ദേഹം ഈ മൊഴി നൽകുന്ന സമയത്തും ചോദ്യം ചെയ്യലിൻ്റെ മൊഴി നൽകിയിരിക്കുന്നതും അത്തരത്തിൽ തന്നെയാണ്. അത്തരത്തിൽ വിശദമായിട്ടുള്ള മൊഴി രേഖപ്പെടുത്തിയതിന് ശേഷം അദ്ദേഹത്തെ മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു. 3 ആശുപത്രികളിലാണ് ഏതാണ്ട് 4 മണിക്കൂർ സമയത്തിനുള്ളിൽ അദ്ദേഹത്തെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കിയത്. ഈ വൈദ്യപരിശോധനയിൽ പ്രധാനമായും ECG വേരിയേഷൻ കണ്ടിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന് അസുഖങ്ങളുള്ളതായിട്ടുള്ള റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. അദ്ദേഹം രാത്രിയിൽ ഓക്സിജൻ്റെ സഹായത്തോടു കൂടിയാണ് അദ്ദേഹം ഉറങ്ങുന്നതടക്കമുള്ള കാര്യങ്ങൾ വർഷങ്ങളായി തുടരുന്ന ഈ കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമാക്കിയിരുന്നു. പക്ഷേ എന്നിരുന്നാൽ പോലും റിമാൻഡിൽ വിടുകയാണ് ചെയ്തത്. 14 ദിവസത്തെ റിമാൻഡിന് വിട്ടിരുന്നെങ്കിലും പക്ഷേ ജയിലിലേക്ക് പോകേണ്ട സാഹചര്യത്തിലേക്ക് എത്തിയില്ല. കാരണം ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള സന്നാഹങ്ങൾ ഇത്തരത്തിൽ അദ്ദേഹത്തിന് ആവശ്യമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് മെഡിക്കൽ ആരോഗ്യനില വളരെ പ്രശ്നമായതിനെ തുടർന്ന്. പക്ഷേ ഇതിൻ്റെ ഭാഗമായി അദ്ദേഹത്തെ മെഡിക്കൽ കോളേജിൽ ICUയിലേക്ക് പ്രവേശിപ്പിക്കുകയാണ് ചെയ്തത്. മിഥുൻ അല്പസമയം മുൻപ് അദ്ദേഹത്തിന്റെ മകനും BJP നേതാവുമായ ഷോൺ ജോർജ് മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. അദ്ദേഹത്തെ ആദ്യം മുതൽ തന്നെ വേട്ടയാടുന്ന ഒരു സമീപനമാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായതെന്നും കൃത്യമായ ഒരു ഗൂഢാലോചന ഇതിന് പിന്നിലുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്, അല്ലേ? ാക്കിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ നിലപാടുകളിൽ ഒരു മാറ്റവും ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. ആ നിലപാടുകൾ തുടരുക തന്നെ ചെയ്യും. അദ്ദേഹം ഉപയോഗിച്ച ചില ശൈലികളിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് അദ്ദേഹം അന്ന് തന്നെ ഖേദം പ്രകടിപ്പിച്ചിരുന്നു. ഈരാറ്റുപേട്ടയെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് പലവിധ കേസുകൾ നിലവിലുണ്ട്. രാജ്യത്തെ ശ്രദ്ധ ലഭിക്കുന്ന തരത്തിൽ വിവിധ കേസുകൾ ഇതോടകം തന്നെ നിലവിൽ വന്നിട്ടുണ്ട്. അതെല്ലാം ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ PCയെ പോലുള്ള ഒരു നേതാവിന്, ഒരു രാഷ്ട്രീയ പ്രവർത്തകന് സാധിക്കും എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അത് മാത്രമാണ് അദ്ദേഹം ഇവിടെ ചെയ്തത്. അദ്ദേഹം ഉപയോഗിച്ച ശൈലിയിൽ ചില നാക്കുപിഴകൾ ഉണ്ടായിട്ടുണ്ട്. അതിന് അദ്ദേഹം ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഒപ്പം തന്നെ വിവിധ സംഭവങ്ങൾ അദ്ദേഹം എടുത്ത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു. പ്രത്യേകിച്ച് ഇവിടെ പാലായിൽ ശിവലിംഗം കണ്ടെത്തിയ സംഭവം ഒരു ചാനൽ വളരെ മോശമായ രീതിയിൽ തെറ്റായ വാർത്തകൾ നൽകി. അതിനെതിരെ എന്ത് നടപടിയാണ് സ്വീകരിച്ചത്? അത്തരത്തിൽ ഇവിടുത്തെ മതസൗഹാർദ്ദ അന്തരീക്ഷം തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള ഇടപെടലുകൾ ഈരാറ്റുപേട്ട കേന്ദ്രീകരിച്ച്
നടക്കുന്നുണ്ട്. അത് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് ചെയ്തത്. അതേതെങ്കിലും തരത്തിൽ മതത്തെ അവഹേളിക്കുന്നതായിരുന്നില്ല. ഒരുപക്ഷേ ശൈലികളിൽ പ്രശ്നമുണ്ടായിരുന്നെങ്കിൽ അത് അദ്ദേഹം ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ പി സി ജോർജിൻ്റെ ആരോഗ്യ കാര്യത്തിനാണ് കൂടുതൽ മുൻഗണന നൽകുന്നത്. അദ്ദേഹത്തിൻ്റെ മെഡിക്കൽ കോളേജിൽ നല്ല ചികിത്സയാണ് ലഭിക്കുന്നതെങ്കിലും കൃത്യമായിട്ടുള്ള അദ്ദേഹം നിലവിൽ ചികിത്സിച്ചു കൊണ്ടിരിക്കുന്ന ഇടത്ത് തന്നെ ചികിത്സ തുടരുന്നതിന് വേണ്ടി സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. വൈകാതെ തന്നെ അതുപോലുള്ള നടപടികളിലേക്ക് കടക്കും. ഒപ്പം തന്നെ ജാമ്യ വ്യവസ്ഥകൾ എന്തൊക്കെയെന്ന് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമായിട്ടില്ല. വിധിയുടെ കൂടുതൽ വിധി പകർപ്പുകളെല്ലാം പുറത്തു വന്നതിന് ശേഷം കൃത്യമായിട്ടുള്ള വിശദാംശങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഏതായാലും നിലവിൽ ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പി സി ജോർജിന് നടത്തിയ പരാമർശങ്ങൾ, പി സി ജോർജിനെതിരെ ഹൈക്കോടതിയിലടക്കം ചില പരാമർശങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് പി സി ജോർജിനെതിരെ പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. ആ പരാമർശങ്ങൾ പിൻവലിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ ഷോൺ ജോർജ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം തന്നെ തൻ്റെ നിലപാടുകളിൽ ഒരിക്കലും വെള്ളം ചേർക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. അദ്ദേഹം ഈരാറ്റുപേട്ടയിൽ മത്സരിക്കുന്ന സമയത്ത് പോലും ആ നിലപാടുകൾ രാജ്യവിരുദ്ധ ശക്തികൾക്കെതിരെ നിലപാട് കടുപ്പിച്ചത് കൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ തോൽവി സംഭവിച്ചത്. അദ്ദേഹം രാജ്യവിരുദ്ധ ശക്തികൾക്ക് അടിപ്പെട്ടിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് മുന്നിൽ മുട്ടുമടക്കിയിരുന്നുവെങ്കിൽ അദ്ദേഹം ഇപ്പോഴും നിയമസഭയിൽ ഉണ്ടായിരുന്നേനെ. അത് ഇനിയും ആ നിലപാട് തന്നെ തുടരുക തന്നെ ചെയ്യുമെന്ന് തന്നെയാണ് ഇപ്പോൾ ഷോൺ ജോർജ് വ്യക്തമാക്കിയിരിക്കുന്നത്. അദ്ദേഹത്തെ മെഡിക്കൽ കോളേജിൽ നിന്ന് സ്വകാര്യ ആശുപത്രിയിലേക്ക് വൈകാതെ തന്നെ മാറ്റും. ശരി മിഥുൻ.